ഞാൻ ഡോക്ടർ അനിൽ അശോകൻ. ഞാനിതോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന അനസ്തീഷ്യ മരണങ്ങളും അതിൻ്റെ കാരണങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ഒരുപക്ഷെ 2-3 വർഷങ്ങളായി അനസ്തീഷ്യ മരണങ്ങൾ കൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എണ്ണമൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ മരണങ്ങൾ തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. പോലീസ് കേസുകൾ കൂടിയിട്ടുണ്ട്. കോടതിയിലുള്ള യുദ്ധങ്ങളും കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ മരണം സംഭവിക്കുന്നു? അതിന് ഉള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഇതാർക്ക് ചെയ്യാൻ പറ്റും? മരണങ്ങൾ സംഭവിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അനസ്തീഷ്യ മാത്രമാണ് ഒരു സ്പെഷ്യാലിറ്റി. ഡോക്ടർ MD എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഇൻഡിപെൻഡൻ്റായിട്ട് സ്വതന്ത്രമായി ഒരു അനസ്തീഷ്യ കൊടുക്കാൻ തയ്യാറാവുന്നത്. വേറെ ഒരു സ്പെഷ്യാലിറ്റിയിലും ഒറ്റയ്ക്ക് ആദ്യമേ തുടങ്ങാൻ പറ്റില്ല. അവിടെയെല്ലാം ഒരു ഡോക്ടർ അസിസ്റ്റൻ്റായി ചേർന്ന് എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം നാച്ചുറലായിട്ട് അവർക്കുള്ള വർക്ക് എക്സ്പീരിയൻസ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അനസ്തീഷ്യ റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അടുത്ത കാലത്തായി അനസ്തീഷ്യ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും ഇഷ്ടംപോലെ ജൂനിയറായ അനസ്തറ്റിസ്റ്റുമാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു സീനിയറായ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും, മിക്ക ആശുപത്രികളിലും. കാരണം ആശുപത്രികൾ അനസ്തീഷ്യ ഡോക്ടർമാരെ എണ്ണം കുറച്ച് വയ്ക്കാനേ ശ്രമിക്കുകയുള്ളൂ. കാരണം സാമ്പത്തികം തന്നെയാണ്. അപ്പോൾ അത് അഡീഷണൽ റിസ്ക് ഉണ്ടാക്കുന്നു. പിന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്ത് ഉള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അനസ്തീഷ്യ ഡോക്ടർമാർക്കുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ വളരെ കുറവാണ്. അത് രോഗികളുടെ ഒരു പാസ്സാവുന്ന ഒരു ഡോക്ടർ കുറച്ച് പ്രൊസീജിയറൊക്കെ ചെയ്തിരിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലും പഴയ പല ഗൈഡ് ലൈൻസും അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. അപ്പോൾ ഈ പല ആശുപത്രിയിൽ കയറുകയാണ് ഒരു എക്സ്പീരിയൻസ് നേടുന്നത്. അതൊരു ലേണിംഗ് കർവാണ്. ആ സമയത്ത് അപകടങ്ങൾ ഉണ്ടാകാം. പിന്നെ ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് ചികിത്സിക്കുന്ന കാര്യം പറഞ്ഞു. അതിനകത്ത് ഒരു ഇഷ്യൂ ഉള്ളത് നമ്മളൊന്ന് ആലോചിച്ച് മതി. ഒരു പഴയ ഒരു കോട്ടുണ്ട്. അതായത് അനസ്തീഷ്യ ഡോക്ടറും ഒരു പൈലറ്റും ഇക്വലൻ്റാണ്. കാരണം അനസ്തീഷ്യ കൊടുക്കുന്നത് ഒരു ടേക്ക് ഓഫ്, അനസ്തീഷ്യ അവസാനിപ്പിക്കുന്നത് ഒരു ലാൻഡിങ്. ഈ സമയത്താണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പൈലറ്റ് ഒരിക്കലും ഒരു കോ പൈലറ്റ് ഇല്ലാതെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പൈലറ്റിന് എറർ വന്നാൽ അടുത്ത കോ പൈലറ്റ് വിൽ ഡിസൈഡ്. അതേപോലെയാണ് ഒരു സീനിയർ ഡോക്ടറോ ഒരു കൊളീഗോ ഉണ്ടായിരിക്കണം ഒരു അനസ്തീഷ്യ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ. അപ്പം അതാണ് ഒരു കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നതിന്. പിന്നെ വേറൊരു റീസൺ കൂടിയുണ്ട്. പല ആശുപത്രികളും അനസ്തീഷ്യ ഡോക്ടർ എണ്ണം കുറച്ച് വെച്ചിട്ട് ഒരേ സമയത്ത് 2-3 ടേബിൾ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ആശുപത്രിയിൽ അതില്ല, പക്ഷേ പല ആശുപത്രിയിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു രോഗിയെ മയക്കിയതിന് ശേഷം അടുത്ത ടേബിളിലോട്ട് പോകുമ്പോൾ ആ രോഗി അൺഅറ്റൻഡഡ് ആയി പോകും. ചിലപ്പോൾ ഒരു പക്ഷേ ടെക്നീഷ്യനായിരിക്കും നോക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മരണം കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് മരണ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് സൊല്യൂഷനാണ്? ഇതിന് സർക്കാർ ഇതര സ്ഥാപനങ്ങളും സൊസൈറ്റിയും അനസ്തീഷ്യ സൊസൈറ്റിയും എല്ലാവരും ക്രിട്ടിക്കൽ കെയർ സൊസൈറ്റിയും എല്ലാവരും ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുന്നത് നോക്കാൻ ബാധ്യസ്ഥരായവർ നോക്കുന്നില്ല. അതായത് എല്ലാ സൈഡിൽ നിന്ന് ഗവൺമെൻറ്റും സ്വകാര്യ സ്ഥാപനങ്ങളും ഈ അസോസിയേഷനും ഒന്നും നോക്കുന്നില്ല. അപ്പോൾ അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മരണങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. പിന്നെ 2, ജൂനിയറായി പാസ്സായി വരുന്നവർക്ക് വേണ്ടത്ര എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടി അവർക്കൊരു ട്രെയിനിങ് പീരീഡ് വയ്ക്കുക, 1 or 2 years. അതിനുശേഷം മാത്രം സ്വതന്ത്രമായി അനസ്തീഷ്യ കൊടുക്കാൻ അനുവാദം കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് എല്ലാ അനസ്തീഷ്യ കൊടുക്കുന്ന ഫെസിലിറ്റീസിലും കറക്റ്റായിട്ടുള്ള മോണിറ്റേഴ്സ്, അതാണ് മോണിറ്ററിങ് സംവിധാനങ്ങളാണ് നമ്മുടെ ഈ അനസ്തീഷ്യയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഉദാഹരണമായി പറഞ്ഞാൽ കണ്ടിന്യൂസ് ECG മോണിറ്ററിങ്, പൾസ് ഓക്സിമീറ്റർ, ഓക്സിജൻ ലെവൽ നോക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കുന്നത് മെഷീനുകളുണ്ടോ എന്ന് നോക്കുക. പിന്നെ ബ്ലഡ് പ്രഷർ നോക്കുന്നതിനുള്ള ഉപകരണങ്ങളുണ്ടോ എന്ന് നോക്കുക. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രം അമ്മയെ ഒരു നല്ല തിയേറ്റർ എന്ന് പറയാൻ പറ്റും. രണ്ടാമത്, നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെ ശുശ്രൂഷിക്കുന്നു? ഒരു ICU ഇല്ലാത്ത ആശുപത്രിയിൽ പോയിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾ എപ്പോഴും ഒരു റിസ്കിന് എക്സ്പോസ്ഡാണ്. അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അനസ്തീഷ്യ കവർ വേണം. അതായത് ഒരു ഓൺ കോൾ ഡോക്ടറല്ല, അവിടെ സ്ഥിരമായി താമസിച്ച് 24 hours നോക്കാനുള്ളൊരു ഡോക്ടർ അവിടെ ഉണ്ടായിരിക്കണം.
പണ്ടൊക്കെ ഫ്രീലാൻസിങ് അനസ്തെറ്റിസ്റ്റ് എന്ന് പറയും. അവർ ഒന്ന് അനസ്തീഷ്യ കൊടുക്കും, പോകും. പിന്നെ 24 മണിക്കൂറിനകം രോഗി മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനസ്തീഷ്യ ഡോക്ടറുടെ കുറ്റം തന്നെയാണ്. അപ്പോൾ അത് മോണിറ്റർ ചെയ്യാൻ അവിടെ സ്ഥിരമായി ഇരുന്ന് മോണിറ്റർ ചെയ്യുന്ന ഡോക്ടർ തന്നെ വേണം. ഏർലി ആയിട്ട് അവരുടെ ട്രബിൾസൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു സിസ്റ്റം ആ ആശുപത്രിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ മേജർ ഓപ്പറേഷൻസ് ചെയ്യാവൂ. അത് ഈ രോഗികൾ മനസ്സിലാക്കണം. അപ്പോൾ രോഗി ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ പോകുമ്പോൾ ചോദിക്കേണ്ടത്, ഇവിടെ ഒരു നല്ല തിയേറ്റർ ഉണ്ട്, അവിടുത്തെ സംവിധാനങ്ങൾ എങ്ങനെയാണ്, എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അനസ്തീഷ്യ ഡോക്ടറാണുള്ളത്. നമ്മൾ സർജനെ കുറിച്ച് മാത്രം തിരക്കിയാൽ പോരാ, എത്ര എക്സ്പീരിയൻസ് ഉള്ള അനസ്തീഷ്യ ഡോക്ടറാണുള്ളത്. അതുകൂടാതെ പോസ്റ്റ് ഓപ്പറേറ്റീവ് നോക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അത് രോഗികൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, രോഗിയും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് താൽക്കാലികമായി ഇത് കുറയ്ക്കാൻ പറ്റുന്ന ഒരു പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് സംഘടനകൾ ചർച്ച ചെയ്യണം, സ്വകാര്യ ആശുപത്രികൾ ചർച്ച ചെയ്യണം, ഗവൺമെൻറ് സംവിധാനങ്ങൾ ചർച്ച ചെയ്യണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സർക്കാരും സഹായിക്കണം. താങ്ക് യു.